അത് മോളെടുക്കുന്നുണ്ട്. വയനാട് ജില്ലയിലെ മീനങ്ങാടി അമ്പലപ്പടിയുള്ള ശ്രീ മാരിയമ്മൻ കോവിലിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ കനലാട്ടമാണ്. കനലാട്ടം എന്ന് പറഞ്ഞാൽ മാരിയമ്മയുടെ ഒരു പ്രത്യേക വഴിപാട് തന്നെയാണ്. മാരിയമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ ദേവത എന്നുള്ള സങ്കല്പമാണ്. പറഞ്ഞാൽ ഓരോ അമ്പലത്തിലെയും ആചാരങ്ങളും ഉത്സവങ്ങളും മനുഷ്യന്റെ ശാന്തി, സമാധാനം, ശാരീരികവും മാനസികവുമായ ഉന്നതി, അഭിവൃദ്ധി, ആരോഗ്യം, ആ ഇമ്മ്യൂണൈസേഷൻ ഒക്കെ പറയുന്നത് അത് തന്നെയാണ്. അങ്ങനെ ഇതെല്ലാം ചേർത്ത് വെച്ച് നടത്തപ്പെടുന്ന ഒരു ആചാരമാണ്. അത് ഓരോ തലമുറ കഴിയുമ്പോഴേക്കും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്ത് അതങ്ങനെ യുഗാന്ത്യത്തോളം നീണ്ടുപോകട്ടെ. വ്രതശുദ്ധിയോടെ നമുക്കതിലെല്ലാം പങ്കെടുക്കാം. ഇപ്പം സമയം പുലർച്ചെ 3 മണിയാണ്. കനലെരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങളും കനലാട്ടത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. മാരിയമ്മ ഒരു ഗ്രാമത്തിൻ്റെ ദേവതയാണ്. ജലത്തിൽ നിന്ന് ശക്തിയെ ആവാഹിച്ചു കൊണ്ടുവരുന്ന ചടങ്ങാണ് കരകം എഴുന്നള്ളത്ത്. അതിനുശേഷം നഗരപ്രദക്ഷിണമാണ്. ഗ്രാമം കണ്ട് മാരിയമ്മ തിരിച്ച് കോവിലിലെത്തുന്നതാണ് ഐതിഹ്യം. അതിനുശേഷം കനലാട്ടമാണ്. കനലാട്ടത്തിൻ്റെ പുരോഹിതർ ജലശുദ്ധിക്കായി തൊട്ടടുത്ത പുഴയിലേക്ക് പോകുമ്പോൾ അതിൽ അധികം പേർക്കും പൂണൂലുണ്ടായിരിക്കില്ല. പക്ഷേ ജലശുദ്ധി നടത്തി തിരിച്ചു വരുന്ന എല്ലാവർക്കും പൂണൂലുണ്ടായിരിക്കും. കനലാട്ടം ഒരു ശുദ്ധിക്രിയയാണ്. ചൂട് പൂച്ചട്ടി കയ്യിലെടുത്ത് അമ്പലം ചുറ്റി വരും. കാൽപാദത്തിന് ചൂട് നൽകാൻ കനലാട്ടം. ഭക്തരെല്ലാം കനലാട്ടം നടത്തിയതിന് ശേഷം പിന്നീട് ഗുരുസിയാണ്. ചൂടുവെള്ളത്തിൽ മഞ്ഞൾ കലക്കി തിളപ്പിച്ച് ശരീരത്തിൽ തെളിക്കുമ്പോൾ പ്രതിരോധശേഷി കൂടി വരും. ഈ ഉത്സവം ഒരു ഗ്രാമത്തെ മുഴുവൻ ശുദ്ധീകരിക്കുകയും പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്നു. ഓരോ ഗ്രാമങ്ങളിലും മാരിയമ്മൻ കോവിലുകളുണ്ട്. ഒരു നാടിൻ്റെ ഉന്നതിയും സമൃദ്ധിയും ശാരീരികവും മാനസികവും ഭൗതികവുമായ ഉയർച്ചയുമാണ് ഈ ഉത്സവങ്ങളുടെ ഐതിഹ്യം.